കുറച്ച് കഥയുണ്ട്. ആ കഥയിലേക്ക് ഡാസ്ലി വ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ഇനാല മാർക്കറ്റിലാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള ഏത്തപ്പഴം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റ്. ഏഷ്യയിലെയും എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ഭാഗത്തുമുള്ള ആളുകൾക്ക് വന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വലിയ മാർക്കറ്റ്. ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ബ്രിസ്ബെയിൻ സിറ്റിയിൽ നിന്നും 23 കിലോമീറ്ററും ഞങ്ങൾ താമസിക്കുന്ന സ്പ്രിംഗ്ഫീൽഡ് ലേക്സിൽ നിന്നും 13 കിലോമീറ്ററുമാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും കടകമ്പോളങ്ങളുള്ള ഇനാല മാർക്കറ്റിലേക്കുള്ള ദൂരം. ആ കാണുന്നതാണ് ഇനാല പ്ലാസ. 39 വർഷം പഴക്കമുണ്ട് ഈ മാർക്കറ്റിന്. ഇനാല എന്നത് അബോറിജിനൽ വേർഡാണ് കേട്ടോ. റെസ്റ്റിംഗ് പ്ലേസ് എന്നാണ് ഇതിന്റെ മീനിങ്. പരന്ന വിശാലമായി കിടക്കുന്ന ഈ മാർക്കറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ പല നിറത്തിലും വലിപ്പത്തിലുമുള്ള പഴങ്ങളാണ് നമ്മളെ വരവേൽക്കുന്നത്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് 3 മാസം തികയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിലെ ഒട്ടുമിക്ക ഐറ്റങ്ങളും ടെല്ലർ അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കിക്കണ്ടത്. ഇത് പീച്ചിന്റെ സെക്ഷനാണ്. കിലോയ്ക്ക് എത്ര എന്ന് ഓരോ കുട്ടയിലും എഴുതി വെച്ചിട്ടുണ്ട്. കിലോയ്ക്ക് $8.99 നമ്മുടെ ഓറഞ്ചിന്റെ വില. 495 രൂപ. തേങ്ങ കിട്ടും ട്ടോ ഇവിടെ. പക്ഷെ വില കണ്ട് ഞാനൊന്ന് ഞെട്ടി. $3.99, ഏകദേശം 220 രൂപ ഒരു തേങ്ങയ്ക്കേ. നല്ല അടിപൊളി മുന്തിരിഞ്ഞായിരിക്കുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളാൻ ബോർഡിൽ പറയുന്നുണ്ട്. ഫിംഗർ ഗ്രേപ്സ് എന്നാണ് ഇതിന്റെ പേര്. ഒരു വിരലിന്റെ നീളമുണ്ട്, നല്ല മധുരവുമുണ്ട്. കിലോയ്ക്ക് $7.99 വില. ഷുഗർ ആപ്പിൾ ആണ്. $9.99 per kg. കുഞ്ഞാണ്. ഒരു നെല്ലിക്കയുടെ അത്രേ ഉള്ളൂ. വലിയ നെല്ലിക്കയില്ലേ, ഒരു വലിയ നെല്ലിക്കയുടെ അത്രേ ഉള്ളൂ. മാങ്ങയുണ്ട്. ഗ്രീൻ മാംഗോ $3.99. റെഡ് പർപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് $14.99. ഇതെന്താണാവോ, ഇതിൻ്റെ പേര് മറിഞ്ഞു കിടക്കുകയാണ്. ചെസ്നട്ടാണ്. പിന്നെ ഇതുണ്ട്, അവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടോ, യെല്ലോ, $19.99. ഇത് ലോങ്കൻ $14.99. നല്ല ഗ്രേപ്സ് ഇരിക്കുന്നു. $19.99. ഇത് പെർസിമോൺ സ്വീറ്റ് $14.99. നമ്മുടെ പേരയ്ക്കയുടെ കൂടെ വേണമെങ്കിൽ ഉപ്പിട്ട് കഴിക്കാൻ വേണ്ടി ഉപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകും കൂടെ. നമ്മുടെ സ്വന്തം റംബൂട്ടാൻ $35 വില. ഒരു ബോക്സിന് $35. ഇത് കംപ്ലീറ്റ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. ഇത് പച്ചക്കറിയുടെ സെക്ഷൻ. നമ്മുടെ വഴുതനങ്ങ പലതരത്തിലുള്ളതുണ്ട്. ഓസ്ട്രേലിയൻ ലെമൺ $2.99 per kg. എൻ്റെ പൊന്നെ, 4-5 ചേർന്ന 1 കിലോയായി. അത്രയും വലുപ്പമുണ്ട്. മുളകിന്റെ വലുപ്പം നോക്കി. മുളകിന്റെ വലുപ്പം കണ്ടോ. മുളക് പലതരം. ഇതിൻ്റെയൊക്കെ സൈസ് ഗംഭീര സൈസാണ്. ചെറിയ മുളക്, ചുവന്ന മുളക്, ചുമപ്പിൽ തന്നെ നല്ല വലിപ്പമുള്ള മുളക്. ഇത് എൻ്റെ ഒരു വിരലിനെക്കാട്ടിലും വലിപ്പമുണ്ട് ഇതിന്. ഫുൾ വാഷ്ഡ് പൊട്ടറ്റോസ്. പൊട്ടറ്റോയുടെ തന്നെ പലതരം. വൈറ്റ് വാഷ്ഡ് പൊട്ടറ്റോസ്
നമ്മുടെ മധുരക്കിഴങ്ങ്, പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോസ്, അല്ലാത്ത തരം പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോസ്. അങ്ങനെ നോക്കി നോക്കി നടന്നപ്പോൾ ഇരിക്കുന്നു പച്ചമഞ്ഞൾ. കിലോയ്ക്ക് $15, 825 രൂപ. എൻ്റെ പൊന്നെ. കൂണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. ഈ മഷ്റൂം ഞാൻ കണ്ടിട്ടില്ല. ചെറിയ മഷ്റൂംസ്. ഇതെങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്? മഷ്റൂം, പലതരത്തിലുള്ള മഷ്റൂം ഉണ്ട്. കാടമുട്ട, അരി ഐറ്റംസ്, തായ് മാർക്കറ്റാണ്. ഇപ്പോൾ തായ് ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. എല്ലാം ഒന്നും എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാം തായ് ഐറ്റംസ് ആണ്. ഈ ഷെൽഫിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള തായ് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം കറിവേപ്പില. അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമല്ലേ. സോറി, ബേസിൽ ലീവ്സ്, രാമതുളസി. രാമതുളസിയാണ് ബേസിൽ ലീവ്സ്. മിൻറ്റ് ലീവ്സ് ഉണ്ട്, പലതരത്തിലുള്ള ചീരയുണ്ട്, മല്ലിയിലയുണ്ട്. മല്ലിയിലക്കൊക്കെ വോൾവേഴ്സിൽ ഒരു ചെറിയ കെട്ടിന് 2.99 വരെയൊക്കെ വില ഉണ്ട്. ഇവിടെ എത്രയാണോ എന്തോ ഇവിടെ എഴുതിയിട്ടില്ല. ബാംബു ഷൂട്ട്. ഓക്കെ, ബാംബുവിൻ്റെ ആ മുളയുള്ള ഭാഗം അത്. ഓക്കെ, ചൈനീസൊക്കെ കറി വയ്ക്കാൻ തോന്നുന്നു. 5.99. ഇത് ചെറി ടൊമാറ്റോ, റെയിൻബോ ചെറി ടൊമാറ്റോ, പല കളറിലുണ്ട്. എല്ലാം തോന്നുന്നു റെയിൻബോ ചെറി ടൊമാറ്റോ. നമ്മുടെ പംകിൻ, വിങ്ഡ് ബീൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. വിങ്ഡ് മീൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബേബി പൊട്ടറ്റോ, ക്യാരറ്റ് 250. ഇവിടുത്തെ ആളുകൾ വെജിറ്റബിൾസ്, ലീഫ് വെജിറ്റബിൾസ് ധാരാളം യൂസ് ചെയ്യുന്നവരാണ്. ലീഫി വെജിറ്റബിൾസ്, ഒരുപാട് ലീഫി വെജിറ്റബിൾസ് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഡൂറിയാൻ. ആക്ച്വലി ഞാൻ ഈ ഡൂറിയാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പഴങ്ങളുടെ രാജാവെന്നാണ് ഡൂറിയാൻ അറിയപ്പെടുന്നത്. നമ്മുടെ ചക്ക പോലെ തന്നെ, പക്ഷെ ഇതിൻ്റെ വല്ലാത്തൊരു സ്മെല്ലാന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താണാവോ വില? ഇവിടെ ചക്കയുണ്ട്. ഡൂറിയാന് 15.99 per kg. നമ്മുടെ ചക്കയ്ക്ക് 17.99 per kg. കടച്ചക്ക, ബ്രെഡ് ഫ്രൂട്ട് 14.99. നമ്മുടെ പപ്പായ, പൗ എന്നാണ് അവർ പറയുന്നത്. ഗ്രീൻ പപ്പായ, പൗ 5.99. ഇവിടെ ഒരു മത്തങ്ങ വെട്ടി വെച്ചേക്കുന്നുണ്ടോ. ഇത് ജാപ്പനീസ് പംകിനാണ്. ജാപ്പനീസ് പംകിൻ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നു. വാഷ്ഡ് പൊട്ടറ്റോസ്, ബനാന ബ്ലോസം. നമ്മുടെ സ്വന്തം വാഴച്ചുണ്ട്. നല്ല വലിപ്പമുണ്ട് വാഴച്ചുണ്ടിന്, നല്ല വെയിറ്റ് ഉണ്ട്. യാം ബീൻ, റെഡ് പപ്പായ, കുക്കുംബർ. ഇതൊന്നും പറയാനായിട്ട് നിറയെ ഫ്ലവേഴ്സ്. ഹായ്,
നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഇരിപ്പുണ്ട്. തഴപ്പായൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ഓലയുണ്ടല്ലോ, അത് വെച്ചിട്ട് $7 ഇതിൻ്റെ വില. ഞാനൊരു തൊപ്പി തപ്പി നടക്കായിരുന്നു. ഈ ഹാറ്റുകൾക്കൊക്കെ $25. നല്ല വെയിലായതുകൊണ്ട് ആക്ച്വലി ഹാറ്റിൻ്റെ ആവശ്യമുണ്ട്. തായ് ഷോപ്സ് ഇനാല മാർക്കറ്റിൽ ഒത്തിരി കാണുന്നുണ്ട്. ഞങ്ങൾ റീസെൻ്റ്ലി ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇത്ര അത്ഭുതം തോന്നുന്നത്. ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വരുന്നവർക്ക് ഇത്രയും അത്ഭുതം തോന്നാൻ സാധ്യതയില്ല. ദേ ഇരിക്കുന്നു നമ്മുടെ വാഴയില. ബണ്ടിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. 9.99 പെർ ബണ്ടിൽ, 549 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളിവിടെ വന്നിട്ട് അധികം ആയിട്ടില്ല എന്ന്. അതുകൊണ്ട് എന്ത് കണ്ടാലും അറിയാതെ നമ്മളത് രൂപയിൽ ചിന്തിക്കും. പോകെ പോകെ അത് മാറിക്കോളുമെന്നാണ് ഇവിടെ വർഷങ്ങളായിട്ടൊക്കെ താമസിക്കുന്ന എൻ്റെ കൂട്ടുകാരി പറഞ്ഞത്. മാറുമായിരിക്കും അല്ലേ? ഞങ്ങൾ കുറച്ച് ചെറി ടൊമാറ്റോയും സ്വീറ്റ് ബ്ലാക്ക് പ്ലമ്മും എടുത്തു കേട്ടോ. അങ്ങനെ വിശന്നു പൊരിഞ്ഞ കണ്ണൻ്റെയും കിച്ചുവിൻ്റെയും ആവശ്യപ്രകാരം ചിക്കൻ ടെറിയാക്കി വാങ്ങിച്ചു. കിച്ചു അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുവാണ്. ശരിക്കും വലിയൊരു ഏഷ്യൻ മാർക്കറ്റാണിത് കേട്ടോ. തായ് പീപ്പിളിനെയാണ് കൂടുതലും കാണുന്നത്. തായ് വിയറ്റ്നാമി റെസ്റ്റോറൻറ്റ്സ് ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. ഇത്രയും നേരം കണ്ടത് പലതും തായ് മാർക്കറ്റായിരുന്നു. ഇവിടെ ഏഷ്യൻ ഗ്രോസറി, ഫ്രൂട്ട്, വെജിറ്റബിൾസ് മാർക്കറ്റ് കാണുന്നുണ്ട്. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ്. നെക്സ്റ്റ് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ കയറി. നല്ല കളർഫുള്ളായി വൃത്തിയായി അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. സാൽമണും കൊഞ്ചും ഞണ്ടും ഒക്കെ ഉണ്ട്. കട്ട് പീസസും വെച്ചിട്ടുണ്ട്. ഈവൻ തലക്കറി വെക്കാൻ ഫിഷ് ഹെഡ് വരെ ഉണ്ട്. ഇനി ലൈവ് ഫിഷ് വേണമെങ്കിൽ അക്വേറിയത്തിൽ നിന്നും എടുത്തു തരും. ഇത് അബലോൺ എന്ന് പറയുന്ന ഷെൽ ഫിഷ് ആണ്. കിലോയ്ക്ക് $70, 3850 രൂപയാണ് വില. മീൻ വാങ്ങണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഇവിടെ വന്നത്. നമ്മുടെ കോലാനും പിന്നെ കുറച്ച് സീ മുള്ളറ്റും വാങ്ങിച്ചു. സീ മുള്ളറ്റ് നമ്മുടെ കണമ്പാണ് കേട്ടോ. ഇത് നമ്മൾ തന്നെ എടുത്ത് വെട്ടുന്ന ആളുടെ കയ്യിൽ കൊടുക്കണം. ഓസ്ട്രേലിയയുടെ ചുറ്റിനും കടലാണെങ്കിലും അത്ര വലിയ വിലക്കുറവൊന്നും മീനിന് എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല വില. ഇനി ഇത് ഇവർ വെട്ടി പാക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. മീൻ വെട്ടൽ എപ്പോഴും ഒരു കൗതുക കാഴ്ചയാണല്ലോ. അങ്ങനെ പൈസ കൊടുത്തു, സാധനം നമ്മുടെ കയ്യിൽ കിട്ടി.
എന്തായാലും വിയറ്റ്നാമീസ് ഓൺ ചെയ്യുന്ന ഈ ഏഷ്യൻ മാർക്കറ്റ് ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. പച്ചക്കറിയും പഴവും മാത്രമല്ല, ഡ്രസ്സും ഓർണമെന്റ്സും ഷൂസും ഒക്കെ ഇവിടെ ഉണ്ട്. പിള്ളേർ തളർന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ കുറേ സാധനങ്ങൾ കണ്ട എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെല്ലൈക്കണും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും കുറേ ഓസ്ട്രേലിയൻ കാഴ്ചകളുമായി വരുന്നത് വരെ, ദിസ് ഈസ് ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്.